അപ്പോൾ ആദ്യം നമ്മൾ പൊതുവേ ഉള്ള പോലെ തന്നെ ഇസ്രായേലും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകളായിരിക്കും. പിന്നീട് USA, യൂറോപ്പ്, ഏഷ്യ, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിലോട്ട് എത്തും, പിന്നെ കേരളത്തിലോട്ടും എത്തും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പൊതുവെയുള്ള സെറ്റപ്പ്. പദ്ധതി. അങ്ങനെയാണ്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, ഇറാന് തായ്ലൻഡിൽ നിന്ന് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കുറേ പേര് പല രാജ്യങ്ങളിലും ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ നോർഡിക് കൺട്രീസിലാണെങ്കിലും യൂറോപ്പിലൊക്കെ ആണെങ്കിലൊക്കെ ഇവിടെ ഈ സീസണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇവിടെ ഈ ബെറീസ് ഒക്കെ പറിക്കാൻ വേണ്ടി പ്രത്യേക സീസൺ വരും. ആ സീസണിൽ ബെറീസ് പറിക്കാൻ വേണ്ടി മാനുവൽ ലേബേഴ്സിനെ പൊതുവെ എടുക്കാറുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നിട്ടാണ്, പൊതുവെ ഈ തായ്ലൻഡിൽ നിന്നിട്ടാണ്. തായ്ലൻഡിൽ ഈ ആൾക്കാർക്ക് പിന്നെ ഈ ഗൾഫ് പോലെ പോയി വരുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏതുപോലെയാണ് ഗൾഫ് പോകണം, അതേപോലെ തായ്ലൻഡുകാർ വന്നു പോണ സ്ഥലമാണ് യൂറോപ്പ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ പൊതുവേ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് പ്രത്യേകിച്ച് തായ്ലൻഡിലൊരു സ്വപ്നം പോലെയാണ് ഈ നോർഡിക് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇസ്രായേലും ഒരു പോലുണ്ട്, അങ്ങനെ ജോലി എടുക്കാൻ വേണ്ടി പോലുണ്ട്. അപ്പോൾ അവിടെ 40,000 പേര് ഇങ്ങനെ ജോലി എടുക്കുന്ന പോകുന്നതിൻ്റെ ഇടയിൽ ആ ആൾക്കാരെ Iran tried to pressure Thailand to pull 40,000 farm workers from Israel for exchange for October 7 hostages, report. അതായത് തായ്ലൻഡിലുള്ള ഈ 40,000 പേര് ജോലി എടുക്കാൻ പോയ ആൾക്കാരെ തായ്ലൻഡ് തിരിച്ചു വിളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തായ്ലൻഡ് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിൽ ഒക്ടോബർ 7 പിടിച്ചെടുത്ത ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഇറാന് തന്ത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറാന്റെ ഒരു രീതി, ഒരു മൾട്ടി ബോർഡർ ടെററിസം എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം നടന്നതാണ്. തായ്ലൻഡ് അതിന് നിന്നു കൊടുത്തില്ല, ഇസ്രായേൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു തായ്ലൻഡ് സിറ്റിസൺ ഇതിൽ മരണപ്പെട്ടതായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഈ പിടിച്ചുകൊണ്ടവരുടെ ഇടയിൽ ഒരാള് തായ്ലൻഡുകാരനായിരുന്നു, അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അല്ലെ? തായ്ലൻഡുകാരൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് തായ്ലൻഡുകാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തായ്ലൻഡിലെ ആളുകൾ അവിടുന്ന് കൊന്നു തള്ളിയിട്ടുമുണ്ട്. നമ്മളുടെ അക്രമം നടന്ന സമയം ആ സ്ഥലത്ത് നമ്മൾ പോയി നേരിട്ട് കാണുകയൊക്കെ ചെയ്തതാണ്. നിറോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും. അതെ, ഇതാണ് സംഭവം. ഇവിടെ Islamic Republic tried to broker brace following the horrific terror attacks that saw 39 Thai citizens. 39 തായ് സിറ്റിസന് മരണപ്പെടുകയും 31 പേരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. 1200 പേരിൽ 39 പേര് തായ്ലൻഡുകാരായിരുന്നു. പിന്നെ 251 എത്ര പേരെ പിടിച്ചുകൊണ്ടുപോയവരുടെ ഇടയിൽ 31 പേര് തായ്ലൻഡുകാരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തായ്ലൻഡിനെ ഇത് വെച്ചിട്ട് പ്രഷർ ചെയ്യാൻ ഇറാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. ഇനി വേറൊരു വാർത്ത എന്ന് പറയുന്നത്, ഇസ്രായേൽ അൺമാസ്ക്സ് Iran directed Hamas cash network in Turkey as Ankara pushes for Gaza road. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഇസ്ലാമിക് ആക്സിസ് എന്ന് പറയും, ഇന്റർനാഷണൽ ഇസ്ലാമിക് ആക്സിസിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇറാൻ, ടർക്കി, ഖത്തർ, പിന്നെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന അതിൻ്റെത്. ഇതിൽ മുസ്ലിം ബ്രദർഹുഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഹമാസ് എന്ന് പറയുന്നത്. ഹമാസിന്റെ മദർ ഓർഗനൈസേഷനാണ്. നമ്മുടെ ഐഡിയോളജിക്കൽ ബാക്കിങ്ങും ഹമാസിനെ വാർത്തെടുത്തതും പിന്നെ മുസ്ലിം ബ്രദർഹുഡാണ്. ഇതേ മുസ്ലിം ബ്രദർഹുഡിന്റെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും. നമ്മളെ ഇന്ത്യൻ സബ് കോണ്ടിൽ അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടാണ് നിലനിൽക്കുന്നത്. സുഡാനിലെ ഗവൺമെന്റ് മുസ്ലിം ബ്രദർഹുഡിന്റെ ആണ്. പിന്നെ ഹമാസ് എന്ന് പറയുന്ന സാധനം മുസ്ലിം ബ്രദർഹുഡിനാണ്. അങ്ങനെ പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസിലും അറബി പഠിപ്പിക്കാനായിട്ടും മിഡിൽ ഈസ്റ്റേൺ അഫയേഴ്സ് പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഇവർ പോയിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിക് നെറ്റ്വർക്കിന് ഇന്റലക്ച്വൽ ബാക്കിംഗ് കൊടുക്കുന്ന ഒരു ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്ന ആളാണ് ഞാനൊക്കെ. ജമാഅത്ത് ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്ന ആൾക്കാരാണ്. നമ്മളോടൊക്കെ ഈ പഠിച്ച് മുന്നേറാൻ വേണ്ടി അങ്ങനെ ഒരു നാരേറ്റീവ് വെക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒക്കെ ഇപ്പോഴും നമ്മൾ പറയുന്നുള്ളൂ, പക്ഷെ ഇത് തുടക്കം തൊട്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയുള്ള സാധനമാണ്. മുസ്ലിം ബ്രദർഹുഡ് ഏത് കാലത്ത് ഈജിപ്തിൽ വന്നിട്ടുണ്ടോ, ഓർഗനൈസ് ചെയ്ത് വന്നിട്ടുണ്ടോ, അന്ന് തൊട്ടേ ഉള്ള അവരുടെ ഒരു അജണ്ടയാണ് ഈ ഒരു വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞ സംഭവം. ഈ സവാഹിരിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അൽഖയ്ദന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു പുതിയ ഫെനോമിന അല്ല വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന സാധനം.
നമ്മളോടൊക്കെ ചെറുപ്പം തൊട്ട് നന്നായിട്ട് പഠിക്കാനും പഠിച്ച് മുന്നേറാനും പഠിച്ച് പിന്നെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറാനും നുഴഞ്ഞു കയറാനൊക്കെ പഠിപ്പിച്ച് തന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മളതൊക്കെ. അപ്പോൾ അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ മിലിറ്ററി ബാക്കിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇസ്ലാമിക് ആക്സസിന്റെ ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റിന്റെ വേൾഡ് ഇസ്ലാമിക് ടെറർ ഡീപ് സ്റ്റേറ്റിന്റെ മിലിറ്ററി ബാക്കിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇറാൻ. ടർക്കി ആ ഒരു ഐഡിയോളജിക്കൽ റിജുവനേഷൻ എർദുഗൻ കയറിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് ടർക്കിയിൽ നിന്നിട്ട്. ഇപ്പൊ ടർക്കിയും ഈ ഒരു ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഫിനാൻഷ്യൽ ബാക്കിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഖത്തർ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചാനലിൽ, സാറ്റർഡേ നൈറ്റ് ലൈവിൽ. അപ്പോൾ ഇത് പറയണത് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ മൂന്നാൾക്കാർ എപ്പോഴും പല പല ന്യൂസുകൾ പുറത്തു വരികയാണ്. ഇറാൻ ഹമാസിലോട്ട് പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ ടർക്കി വഴി കൊടുക്കുന്ന പരിപാടികൾ ഇസ്രായേൽ കണ്ടെത്തി എന്നുള്ള സാധനങ്ങളാണ് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ടർക്കിനെ ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമാക്കാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം ഗാസ പീസ് ട്രൂസിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് US-ന്റെ പിന്നെ നേതൃത്വത്തിൽ ഈ ഗാസയിൽ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അങ്ങനെ ഭാഗികമായിട്ട് IDF-നെ മൊത്തത്തിൽ അവസാനം അവിടെ നിന്ന് മാറ്റുകയും ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ കൊണ്ടുവരികയും അതിനുശേഷം ഒരു ട്രാൻസിഷണൽ ഗവൺമെന്റ്, അതായത് വെസ്റ്റിനൊപ്പം നിൽക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ഗവൺമെന്റ്, ലിബറൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഗാസയിൽ. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ടർക്കി അതിന്റെ ഭാഗമാകാൻ വേണ്ടി കുറെ കാലമായിട്ട് നോക്കുന്നുണ്ട്. ടർക്കി നാറ്റോന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ടർക്കിക്ക് ആ ഒരു എന്താ പറയാ US-ന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്. ഇറാനെ നമ്മൾ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നു, ടർക്കിനെ പച്ചയ്ക്ക് പാരം ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. ടർക്കി നാറ്റോന്റെ ഭാഗമായിരുന്നു. അത് എർദുഗാന്റെ മുന്നുണ്ടായിരുന്ന അത്തതുർക്ക് കൊണ്ടുവന്നൊരു സംഭവമാണ്. അത്തതുർക്കിന്റെ കാലഘട്ടത്തിലെ ഭാഗമാക്കിയതാണ്. പിന്നീട് ടർക്കി തന്നെ നിലനിന്ന് പോരാണ്. അങ്ങനെ പെട്ടെന്ന് നാറ്റോയിൽ നിന്ന് ഒരു രാജ്യത്തിനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. ശരി, സത്യം പറഞ്ഞാൽ ടർക്കിനെ തന്നെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ടർക്കി അങ്ങനെ ISF-ന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇറാന് പറ്റത്തില്ല. അപ്പോൾ ടർക്കിയെ അതിന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള കളികൾ ബാക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിക് ടെറർ നെറ്റ്വർക്ക്. അപ്പോൾ അതിന് ഭാഗമാക്കാൻ പറ്റത്തില്ല. അതിനെ ശക്തമായിട്ട് അതിനെ എതിർത്തുന്ന ആൾക്കാരാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് ടർക്കിനെ ഒരിക്കലും ഇതിനെ ഭാഗമാക്കാൻ പറ്റത്തില്ല. പക്ഷെ US പറഞ്ഞിരുന്നത് ടർക്കി നമുക്ക് ആക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇസ്രായേൽ അതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഇവർ ഈ ടെറർ നെറ്റിന്റെ ഭാഗമാണ് എന്നുള്ളതിന് തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് പിന്നെ അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വാർത്തയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ മിസൈൽ സ്ട്രൈക്ക് ലെവൽഡ് ഹെർ ലാബ്, ഇസ്രായേലി സയന്റിസ്റ്റ് നെയിംഡ് ഇൻ പ്രസ്റ്റീജിയസ് നേച്ചർ സ്റ്റൺ. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു മേഖലയിൽ ഈ ഒരു 0.02% അല്ലെങ്കിൽ 0.01% ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ആരൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു എമിനന്റ് സയന്റിസ്റ്റുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ പിന്നെ കുറെ സൈറ്റേഷൻ കിട്ടിയ ആൾക്കാരെയും കുറെ നല്ല പേപ്പേഴ്സുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ പെടാറുള്ളത്. അപ്പം അതിൽ ഒരാളായിട്ട് പിന്നെ വന്നൊരു സ്ത്രീനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിന്റെ ലാബ് ഇറാനും ഈ 12 ദിവസം വാറുണ്ടായിരുന്നല്ലോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള, ആ വാറിൽ പുള്ളിക്കാരിന്റെ ലാബ് ഈ ഇറാന്റെ ബോംബിങ്ങിൽ തകർന്നതാണ്. ഇമ്മ്യൂണോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ തകർന്നിട്ടും പുള്ളിക്കാരിക്ക് ഈ നേച്ചർ ടോപ്പ് 10 വരാൻ പറ്റി എന്നുള്ളൊരു വാർത്തയാണ് ഇതിൽ പറയുന്നത്. ഇസ്രായേലിലെ ആ ഒരു ജൂതന്മാരുടെ ആ ഒരു മികവാണ് കാണിക്കുന്നത്, ആ ഒരു ശാസ്ത്രത്തിനോടുള്ള മികവ്. നമ്മളിത് മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നോബൽ പ്രൈസിന്റെ ആ ഒരു സംഭവം വാർത്ത വായിച്ച സമയത്ത്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത്, അൺഫോളോ ഇമ്മീഡിയറ്റ്ലി, ഇറാൻ സമ്മൺസ് ജൂവിഷ് റെപ്രസെന്റേറ്റീവ് ഓവർ പ്രോ ഇസ്രായേൽ ലൈക്സ് ഓൺ സോഷ്യൽ മീഡിയ. ഇറാനിൽ പിന്നെ ജൂതന്മാരുടെ ഒരു ജൂതന്മാരുണ്ട് ഇറാനിൽ. അവരെ പെർസെക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. അപ്പോൾ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് ഇറാനിൽ. അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിൻ്റെ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിലെ കുറേ പോസ്റ്റുകൾ ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് മര്യാദക്ക് നിന്ന നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇതാണ് ഇറാന്റെ അവസ്ഥ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ലൈക്ക് അടിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് ഇറാനിൽ. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഇതാണ് അത്. ഇനി ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള വാർത്തയാണ്. വൈ മുഹമ്മദ് ബിൻ സായിദ് ഡിസേർവ്സ് ദി നോബൽ പീസ് പ്രൈസ്. ഈ നമ്മുടെ
UAE-ന്റെ പിന്നെ പ്രിൻസാണ്, അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ. അപ്പോൾ പുള്ളിക്കാരൻ നോബൽ പ്രൈസ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ പീസിനുള്ള? കാരണം എബ്രാഹിം അക്കോർഡ് കൊണ്ടുവരികയും അത് നിലനിർത്തുകയും പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ നല്ല ബന്ധം കൊണ്ടുവരികയും അങ്ങനത്തെ പല കാര്യങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മിഡിൽ ഈസ്റ്റിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പീസ്ഫുൾ ആയിട്ട് നല്ല നെഗോഷിയേഷൻ നടത്തുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് UAE. അപ്പൊ എന്തുകൊണ്ട് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന് നോബൽ പ്രൈസ് കൊടുത്തുകൂടാ? ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ തീവ്രവാദം കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടും UAE സ്റ്റെബിലിറ്റിന്റെയും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പവർ സെന്റർ ആയിട്ട് മാറിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള റീജിയണിൽ. അപ്പൊ UAE-ന്റെ ക്രൗൺ പ്രിൻസിന് അതിന് നമ്മൾ എന്തായാലും എന്താ പറയാ ഒരു കുതിരപ്പവൻ കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്തുകൊണ്ട് നോബൽ പീസ് പ്രൈസ് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. അത് വേണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുക പലർക്കും. എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരൻ ഒരു മൊണാർക്കാണ്. പക്ഷെ ഡെമോക്രസി UAE പോലത്തെ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ മുസ്ലിം രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഡെമോക്രസി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ, അതെ, ആ ഒരു രീതിയിൽ നല്ലൊരു മൊണാർക്കി നിലനിന്നാൽ തന്നെ അത് നടക്കുള്ളൂ. മുസ്ലിം മതങ്ങളുടെ പോലത്തെ സാധനങ്ങൾ ഡെമോക്രസി വെച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹമാസിന്റെ കാര്യത്തിൽ ഗാസയിൽ കണ്ടതാണ്, ഇപ്പൊ സിറിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ PFIന്റെ ഡോക്യുമെന്റ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അവർ ഡെമോക്രസി വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡ് ഇതിനൊരു ടൂളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അറബ് റൂളേഴ്സിന്റെ മൊണാർക്കി തന്നെ വർക്ക്ഔട്ട് ആവുള്ളൂ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന് നോബൽ പീസ് പ്രൈസ് എന്തുകൊണ്ട് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളാണ്. എനിക്ക് നല്ലൊരു ആശയമായിട്ട് തോന്നി ആ ഒരു വിഷയം. അപ്പോൾ ഇതാണ് വാർത്ത. അരിബയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? മാത്രമല്ല പറയാനുള്ളത് ഇതാണ്, ഈ നമ്മളുടെ അബ്രഹാം അക്കോർഡ്സ് ആ വിഷയത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുകയും ഈ ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ യുദ്ധം അതിൽ ഇസ്രായേലിനെതിരെ നിൽക്കണമെന്ന് അറബ് ഉച്ചകോടിയൊക്കെ നടത്തി പറഞ്ഞ സമയത്ത് അതിനൊക്കെ എന്താ പറയുക അടപ്പൂരി വിട്ടതും, അതുപോലെ തന്നെ സീസ് ഫയറിലേക്ക് പോകുന്ന സമയത്ത് പോലും അതിനൊക്കെ മുൻകൈ എടുത്തത്, അതുപോലെ മറ്റു പല വിഷയങ്ങളിലും നെടുന്തൂണായിട്ട് നിന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിൽ ഈ UAE തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ട്രംപിനേക്കാൾ ഒരു പടി കൂടുതൽ ഇതിനെ ഡിസേർവ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഈ ഭരണാധികാരി. അപ്പോൾ എനിക്കിതിലൊരു സംശയം, നമ്മൾ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള സംഭവം, UAE-ന്റെ ക്യാപിറ്റൽ അബുദാബിയാണ്, നഹിയാനാണ് അവിടെ ഭരിക്കുന്നത്, നഹിയാൻ കുടുംബം, ആ ഒരു കുടുംബമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇയാളുണ്ട് അവിടെ. പിന്നെ ദുബായിന്റെ പ്രിൻസ് ഉണ്ട്, മഖ്തൂം എന്ന് പറയുന്ന ആള്. അപ്പോൾ ശരിക്കും പവർ സെന്റർ ആരെ കയ്യിലാണ് സത്യത്തിൽ UAE-ന്റെ? അപ്പൊ ഈ രണ്ട് രാജകുടുംബത്തിന്റെ കീഴിലാണ് നമുക്കറിയാം. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് നഹിയാനാണ് കൊടുക്കേണ്ടത് എന്ന്. പക്ഷെ നമ്മൾ വേറെ പല സംഭവങ്ങളിലും വായിച്ചിട്ടുള്ളത് മഖ്തൂമിനാണ് കുറച്ചും കൂടി പവർ ഉള്ളത് എന്നുള്ളതാണ്. സംഭവം UAE-ന്റെ ക്യാപിറ്റൽ സ്ട്രോങ് ക്യാപിറ്റൽ സിറ്റി അബുദാബിയും ലാർജസ്റ്റ് സിറ്റി ദുബായി ആണ്. അപ്പൊ ആ രണ്ട് സ്ഥലങ്ങൾ ഭരിക്കുന്നത് ഇവർ രണ്ടാളും ആയതുകൊണ്ട് ഇവർ രണ്ടാളും ആണ് UAE ഭരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ സത്യത്തിൽ ആരാണ് ഇതിന്റെ പിന്നില് ഇതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ? ഇവർ രണ്ടാളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? അത്ര എനിക്ക് പരിചയമില്ല. അത് നമ്മൾ കൈപ്പള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞു തന്നെ. കൈപ്പള്ളി മഖ്തൂമിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് എന്ന് പറയാറുള്ളത്. പൊതുവെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ ഈ നിറഞ്ഞു നിൽക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ കാണുന്നത് ഈ മഖ്തൂം ആളുകളെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അവരുടെ ഫാൻ ബേസ് ആണ് കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണുക. പിന്നെ പക്ഷേ ഈ മഖ്തൂം പേഴ്സണലി പുള്ളിക്കാരനൊരു സ്ത്രീലമ്പടനാണ്, കുറെ ഭാര്യമാരുണ്ട്, കുറെ ഭാര്യമാർ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് 12 ഭാര്യമാർ, അത് 2 പേര് UK പോയിട്ട് റെഫ്യൂജി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നഹിയാനാണ് കുറച്ചും കൂടി നല്ലവൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭേദപ്പെട്ട ആളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇപ്പോ ദുബായിക്കാരെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരും ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള UAE ജോലി എടുക്കുന്ന ആൾക്കാരും മഖ്തൂം എന്ന് പറഞ്ഞിട്ട് കൊണ്ടടക്കൽ. നഹിയാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ നഹിയാനെ പറ്റിയാണ് പറഞ്ഞത്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അടുത്ത വാർത്തയിലോട്ട് പോവാം.
Guterres condemns Houthis referral for some detained UN staff to tribunal. അപ്പോൾ അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ, പുള്ളിക്കാരൻ യമൻ ഹൂത്തികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള UN അതായത് ഡസൻസ് ഓഫ് UN സ്റ്റാഫ്, അതായത് എന്താ പറയുക, കുറച്ച് 50 ആ ഒരു കണക്കിൽ 40-50 പേരുള്ള ഡസൻ കണക്കിന് ഉള്ള UN സ്റ്റാഫ്, യമൻ്റെ ഊത്തികളായിട്ട് വർക്ക് ചെയ്യുന്ന UN സ്റ്റാഫുകളുണ്ട്. അവരെ പിന്നെ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ പിന്നെ UN ഉള്ളിലോട്ട് കയറ്റാനുള്ള പരിപാടികൾ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അന്റോണിയോ ഗുട്ടറസ് എതിർക്കുന്ന ഒരു വാർത്തയാണ് ഇവിടെ കാണുന്നത്. സംഭവം UN എന്ന് പറയുന്ന ബോഡി ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു, ഉണ്ട്ര എന്ന് പറഞ്ഞ കാര്യം, അതിൻ്റെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതിൻ്റെ വേറൊരു സംഭവം കൂടിയാണ് ഇപ്പം ഈ കാണുന്നത്, ഹൂത്തികളെ വെച്ചിട്ടുള്ള. ഇതാണ് ഒരു കാര്യം. പിന്നെ ഈ ഇനിയിപ്പോൾ ഗാസ പീസ് ഫോഴ്സിനെ പറ്റി തന്നെയാണ് അടുത്ത വാർത്ത. അതായത് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ട്രംപ് കുറച്ച് മുസ്ലിം രാജ്യങ്ങളെ കൂടെ കൂട്ടാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം നമ്മൾ ഈ ബാക്കി മുസ്ലിങ്ങളല്ലാത്ത രാജ്യങ്ങളെ കൂടെ കൂട്ടുമ്പോൾ പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ കൂടി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. അതെന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുസ്ലിം രാജ്യങ്ങൾ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമാക്കാൻ മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത് ഇന്തോനേഷ്യയും അസർബൈജനുമാണ്. പക്ഷെ അവരിപ്പോൾ പറയുന്നത് ഈ ഒരു ഇപ്പോൾ ഹമാസിനെ മൊത്തത്തിൽ തകർക്കാൻ പറ്റാത്തത് കൊണ്ടും ഹമാസ് തോക്ക് താഴെ വെക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടും ഹമാസ് ഇപ്പോൾ IDF പിന്മാറും തോറും ഹമാസ് അവിടുത്തെ കുറെ ആൾക്കാരെ കൊന്നൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൊണ്ടും ഇനിയിപ്പോൾ അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് അല്ല ഉണ്ടാകാൻ പോകുന്നത്, ഒരു പീസ് എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അസർബൈജനും ഇന്തോനേഷ്യയും ഇപ്പോൾ ഒന്ന് ബാക്ക് ഫുട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. കാരണം അവർ പറയണത് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഞങ്ങളിപ്പോൾ അതിൽ ഭാഗമായി കഴിഞ്ഞാൽ എല്ലാ മൊത്തത്തിലുള്ള മുസ്ലിം ലോകം ഞങ്ങളെ കാണുന്നത് പിന്നെ ഈ ഹമാസിനെ എതിർക്കുന്ന ഒരു ആൾക്കാരാക്കിയിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക യുദ്ധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും കാണുക, ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ആൾക്കാരായിട്ടും കാണുക. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധം കഴിഞ്ഞിട്ട്, അതായത് ഹമാസ് തോക്ക് താഴെ വെച്ചിട്ട് പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ, ഒരു പീസ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടും ഹമാസിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഹമാസ് ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ കണ്ടുവച്ചിട്ടും പീസ് എൻഫോഴ്സ്മെന്റ് അവിടെ നടക്കാൻ പോകുന്നുള്ളൂ, പീസ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് അവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ അസർബൈജനും ഇന്തോനേഷ്യയും ബാക്ക് ഫുട്ട് അടിക്കുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വിഷയത്തിൽ. അപ്പൊ ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ആംനസ്റ്റി സേസ് ഹമാസ് അറ്റാക്സ് ആൻഡ് ഗാസ ഹോസ്റ്റേജ് ട്രീറ്റ്മെന്റ് അമൗണ്ട്സ് ടു ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ NGO-കൾക്കൊക്കെ പിന്നെ കണ്ണ് ഒരു കയ്യടി കൊടുക്കുന്നത് വേണ്ടേ? കൊടുത്തോളൂ, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. അതെ, ടൈറ്റിലൊന്ന് കാണിച്ചു മനസ്സിലാവില്ല എന്തിനാ കയ്യടി. Amnesty says Hamas attacks and Gaza hostages treatment amount to crimes against humanity. Okay, Amnesty വരെ പറഞ്ഞു, അങ്ങനെയല്ലേ? അതെ. ഓക്കെ. പക്ഷെ ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇവിടെ അവസാനം ഇവര് ഇസ്രായേൽ ചെയ്യുന്ന ചട്ടത്തേരാണ് ഇസ്രായേൽ ആൾക്കാരെ കൊന്നൊടുക്കേണ്ടതെന്ന് ഡിസംബർ 2024 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് ഇവന്മാർക്ക് ഹമാസ് ചെയ്ത കൂട്ടക്കുരുതിനെ പറയാൻ താല്പര്യമില്ല. ഇതാണ് ഇടത്തന്മാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനൊക്കെ എങ്ങനെ നമ്പാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ. ഡിസംബർ 2024, അതായത് ഒരു വർഷം മുന്നേ അവർക്ക് ഇത് പറയാൻ പറ്റി ഇസ്രായേലിനെ പറ്റിയിട്ട്. പക്ഷെ ഇവർക്ക് ഇപ്പോൾ ശരിക്കും ഹമാസ് ഇത് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് പറയാം ഇത് ഹ്യൂമാനിറ്റിക്ക് എതിരെയുള്ള ഒരു ആന്റി ഹ്യൂമൻ ആക്ട് ആണ്, ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നുള്ളത്. പക്ഷെ അത് പറയാതെ ആ തുടക്കം തൊട്ട ഇസ്രായേലിനെ എതിർക്കുകയും എന്നിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ പൂരം കഴിഞ്ഞ് വെടിവെപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ആയനെ എഴുന്നള്ളിക്കുന്നത് പറയുന്ന പോലത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ അംനസ്റ്റിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു എന്താ പറയാ ലാപ്പിസില് അല്ല എന്താ പറയാ ഏരിയ മറന്നു ഒരു സാധനം ഉണ്ടല്ലോ അതിന്,
ഓക്കെ. ഒരു പേര് പറയാം, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്ന ഒരു അവസ്ഥ. ലാറ്റിൻ്റെ ഒരു പേര് പറയുന്നത്, പേര് മറന്നുപോയി. ഓക്കെ, ഫെയ്റ്റ് അക്കോംപ്ലി. അതെ, ലാറ്റിനിൽ ഫെയ്റ്റ് അക്കോംപ്ലി എന്ന് പറയും, ആ സാധനമാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇനി അടുത്തത്, ഇസ്രായേൽ അപ്രൂവ്സ് നിയർലി 800 ഹൗസിംഗ് യൂണിറ്റ്സ് ഇൻ 3 വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റ്സ്. ഇതൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും ഗാസയും അവിടെ ഗാസയിൽ ഇപ്പം ഇങ്ങനത്തെ അവസ്ഥകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഈ പറഞ്ഞ പോലെ പലസ്തീൻ അതോറിറ്റീൻ്റെ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൊല്ലുന്ന പരിപാടികൾ നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മറുഭാഗത്ത് ഇസ്രായേൽ സെറ്റിലേഴ്സ് അവിടെ കയറിയിട്ട് പിന്നെ ആൾക്കാരെ ഒഴിച്ചു വിട്ടിട്ട് ഈ പറഞ്ഞ പോലെ വീടുകൾ ഉണ്ടാക്കുന്ന ഒരു ന്യൂസും കൂടി വരുന്നുണ്ട്. ഇതിനെ സപ്പോർട്ടായിട്ട് ബെൻഗീർ, സ്മോട്രിച്ച് ഒക്കെ ഉണ്ട്. മറുഭാഗത്ത് ഇസ്രായേലിന് ഇതിനെ പിന്തുണയ്ക്കാതെ ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ഈ ബെൻഗീറും സ്മോട്രിച്ചും വെസ്റ്റ് ബാങ്കും വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ഇപ്പം തന്നെ പിടിച്ചടക്കണം, ലാർജർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ തന്നെ ഉള്ള ജനങ്ങളുടെ പോള് പറയുന്നത് പ്ലൂരാലിറ്റി ഓഫ് ഇസ്രായേൽ ഒപ്പോസ് $841 million സ്മോട്രിച്ച് പ്ലാൻ ടു എക്സ്പാൻഡ് സെറ്റിൽമെന്റ്സ്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയും സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്നുള്ളത്, അല്ലാതെ പിന്നെ ഗ്രേറ്റർ ഇസ്രായേൽ വേണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കണമെന്നോ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ട് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കണം എന്നുള്ളതല്ല. ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൽ അവർക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ് പോൾസ് സൂചിപ്പിക്കുന്നത്. സ്മോട്രിച്ചിനും ബെൻഗീറിനൊക്കെ ഒരു തീവ്ര പക്ഷക്കാരാണ് ഇസ്രായേൽ ഗവൺമെന്റിലുള്ള. അവർക്കൊക്കെ വേറെ രീതിയിലുള്ള പ്ലാൻസും ചിന്താഗതികളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇതല്ല വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു ഡെമോക്രസി ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ പല വീക്ഷണങ്ങൾ അവിടുന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഈ ഒരു ഡെമോക്രസി അല്ലാത്ത രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതൊന്നും കാണാനോ കേൾക്കാനോ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു ലിബറൽ ഡെമോക്രസി എന്നുള്ള രീതിയിലുള്ള ബ്യൂട്ടി. അപ്പൊ ഇതിലെന്താ അഭിപ്രായം ആരിഫ്? ഈ സെറ്റിലേഴ്സ് എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ പല സെറ്റിലേഴ്സും പോയിട്ട് അവിടുത്തെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ അവിടുന്ന് വീടുകൾ നാട്ടി ഓടിക്കുകയും അതിന്റെ പേരിൽ കുറെ പേര് പിന്നെ മരണപ്പെടുകയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഇതിൽ എന്താണ് അഭിപ്രായം? വെസ്റ്റ് ബാങ്കിൽ 3 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ടൊരു 3 ഏരിയ. അപ്പോൾ അതിനകത്ത് ഇവർക്ക് താമസിക്കാൻ അനുവാദമുള്ള ഏരിയ, അതായത് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ഏരിയ ഉണ്ട്, അതുകൂടാതെ ഒട്ടും തന്നെ പാടില്ലാത്ത ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ടാവുകയാണ്. അതുണ്ടാവുന്ന സമയത്ത് ഇസ്രായേൽ തന്നെ ഈ പറയുന്ന എൻക്രോച്ച്മെൻറ്റ്സ് നടത്തുന്ന അവരുടെ സ്വന്തം ആളുകളെ പിടിക്കുകയും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് ഇല്ലീഗലായിട്ട് അവർ തന്നെ പറയുന്ന കാര്യമാണ്. പിന്നെ ഏതൊരു നാട്ടിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന തീവ്ര സ്വഭാവമുള്ള ആളുകളുണ്ട്. അത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൽ ഈ ജൂതന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ കണ്ടെയ്ൻ ചെയ്യേണ്ട ബാധ്യത അത് ഇസ്രായേൽ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്കെതിരെ നിയമം കൊണ്ടുവരിക, അവരെ പോലീസ് ചെയ്യുന്ന പണി, ഇത് എല്ലാം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇസ്രായേലിന് പോലും യോജിപ്പില്ല. അതാണ് ഇപ്പോൾ എവിടെയും കണ്ടത്. ആ നാട്ടുകാർക്ക് പോലും യോജിപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ യോജിപ്പില്ലാത്ത സംഗതികൾ വെച്ചുകൊണ്ട് പോപ്പുലൈസ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ വോട്ട് പിടിക്കാൻ വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ കാര്യങ്ങൾ വെക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെ വലിയ തോതിലുള്ള പ്രശ്നമായിട്ട് മാറും. പിന്നെ നമ്മുടെ നെതന്യാഹു പോലും ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇനി വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ റൈറ്റും ഇസ്രായേലിനുണ്ട്, ഔദ്യോഗികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഈ ABC ഒന്നും പാലിക്കേണ്ട ബാധ്യത നിലവിൽ ഇസ്രായേലിനില്ല. പക്ഷേ എന്നിട്ടും അവർ പാലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സാധനം ഇത് പറഞ്ഞു വെക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കി പാലിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും വോയിഡാണ്. അത് ആ ഭാഗം, അതായത് അറബ് ലീഡർഷിപ്പ് അത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ അതിപ്പോഴും പാലിച്ചു പോകുന്നത് ഇസ്രായേൽ മാത്രമാണ്. അങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയും അത് പീസിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് നെതന്യാഹു വന്നിട്ട് ഇത് പിടിച്ചെടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അത് പാടില്ല എന്ന് ഈവൻ US പോലും പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നതും അങ്ങനെ അതിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ നാട്ടുകാർക്ക് പോലും ഇതിനോട് യോജിപ്പില്ല. നിയമപരമായിട്ട് അത് ചെയ്യുന്ന ആളുകളെ
അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും വേണ്ടി നിലനിൽക്കുന്നത് വെസ്റ്റ് ബാങ്കോ അല്ലെങ്കിൽ വേറെ അറബ് രാഷ്ട്രങ്ങളൊന്നുമല്ല, ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മളവിടെ ഉൾക്കൊള്ളണം. ആ ഒരു അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെയുള്ള ഇല്ലീഗലാണ് എന്ന് അവർ വിധിച്ചിട്ടുള്ള കാര്യത്തിൽ അവർ തന്നെ എടുക്കുന്ന നടപടികൾ നമ്മൾ മാനിക്കണം എന്നുള്ളതാണ്. ഓക്കെ. യെസ്. ഇനി അടുത്തത്, ഇറാൻസ് ആർമി ലൈറ്റ് അബൌട്ട് ഡൗണിങ് ഇസ്രായേലി F-35s, മീഡിയ ചീഫ് അഡ്മിറ്റ്സ്. അപ്പോൾ ഇറാന് പിന്നെ ജയിച്ചു. ഇറാന് ഇസ്രായേലിൻ്റെ പല ഇതിനൊക്കെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പ്ലെയിനുകളൊക്കെ അടിച്ച് നിരപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇടത്തന്മാരും വോക്സ്റ്റേഴ്സൊക്കെ ഇവിടെ പിന്നെ എന്താ പറയുക ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, ബോംബ് പൊട്ടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന വാർത്തയാണ് ഇസ്രായേൽ തന്നെ നമ്മുടെ ഇറാൻ്റെ ആർമി തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇസ്രായേലി F-35 ഒന്നും അടിച്ചു താഴ്ത്തിയിട്ടില്ല, ഞങ്ങളത് പ്രൊപ്പഗണ്ട പറഞ്ഞതാണ് എന്ന് അവർ തന്നെ മാനിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു കഥയാണ്, ഇതൊരു സിനിമ, നമുക്കൊരു ഹോളിവുഡ് ബോളിവുഡ് സിനിമയൊക്കെ ആക്കാൻ പറ്റുന്നൊരു കഥയാണ്. ഇറാനിയൻ സൈബർ വാർഫെയർ ഓഫീസർ ലെഡ് ഡബിൾ ലൈഫ്, സ്പൈഡ് ഫോർ CIA, അറ്റ്ലാന്റിക് ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂസ്. നമ്മൾ ഈ ഇറാൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇസ്രായേലിലെ സ്പൈകളുണ്ട് എന്നുള്ള വാർത്ത പിന്നെ ഈ 12 Day വാറിൻ്റെ സമയത്ത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്സ് പിന്നെ ഇസ്രായേലിന് ചെയ്യാൻ പറ്റിയതും ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടും അത് കണ്ടെത്താൻ പറ്റിയതും അതിന് ആ ഒരു ജനങ്ങളെ ഒന്നും കൊല്ലാതെ അല്ലെങ്കിൽ ജനം മരിക്കുന്നത് സാധാരണ സിവിലിയൻ കാഷ്വാലിറ്റീസിനെ വളരെയധികം പിന്നെ കുറച്ചുകൊണ്ട് തന്നെ പ്രെസിഷൻ സ്ട്രൈക്സ് വഴി അത് നശിപ്പിക്കാൻ ഇസ്രായേലിന് സക്സസ്ഫുൾ ആയിട്ട് പറ്റിയതും. അപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടത് ഈ പിന്നെ ഇറാൻ്റെ തന്നെ തീവ്രവാദി സയൻറ്റിസ്റ്റുകളും തീവ്രവാദി സംഭവങ്ങളൊക്കെ തന്നെയാണ് അന്ന് മരണപ്പെട്ടത്. അപ്പോൾ സിവിലിയൻസ് മരണപ്പെട്ടതായിട്ട് ഇറാന് തന്നെ പറയുന്നില്ല, ഇറാൻ തന്നെ പുറത്ത് വിട്ട വാർത്തകളിൽ പറയുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണം ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ടും CIA വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരാളുടെ കഥ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. CIA വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. അപ്പോൾ അതിൽ CIA വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇറാനിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ തന്തപ്പിടി തീവ്രവാദിയായിരുന്നു. അപ്പോൾ തന്തപ്പിടീൻ്റെ അടിസ്ഥാനത്തിലാണ്, തന്തപ്പിടിക്ക് തീവ്രവാദിയായിരുന്നു മാത്രമല്ല ഒരു വിളിപ്പേരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി. തന്തപ്പിടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ പേര്, നമ്മളെ കഥാനായകന്റെ പേര് മുഹമ്മദ് ഹുസൈൻ തജിക്ക് എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ആദ്യം ഇറാൻ്റെ ഒക്കെ ഒപ്പം നിന്ന് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നെ ഹൂത്തികളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു, ഹെസ്ബുള്ളായിട്ട് ലെബനോനത്തെ ഹെസ്ബുള്ളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരനെ ആയിരുന്നു ഹെസ്ബുള്ളായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഇറാന് വിട്ടിരുന്നത്. അപ്പോൾ ഹെസ്ബുള്ളയാണ് പിന്നെ ഇറാന്റെ പ്രോക്സി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെബനോനിലുള്ള ഇറാന്റെ പ്രോക്സി. അപ്പോൾ ഇതിൽ അടിസ്ഥാനത്തിൽ തജിക്ക് എന്ന് പറയുന്ന ഇയാളെ, മുഹമ്മദ് ഹുസൈൻ തജിക്കിന്, പുള്ളിക്കാരൻ്റെ തന്തപ്പിടി തീവ്രവാദി സംഘടനയുടെ മെയിൻ ആളായതുകൊണ്ട് തന്നെ IRGCന്റെ മെയിൻ ആളായതുകൊണ്ട് ഹാജി വലി എന്ന തന്തപ്പിടിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിലുള്ള ഒരു ഭയങ്കര പേരുകേട്ട നേതാവായിരുന്നു ഈ IRGCയുടെ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദി സംഘടന, അതായത് ഇറാന്റെ ഇപ്പോഴത്തെ മിലിറ്ററി സംഘടന, അതിന്റെ വലിയൊരു നേതാവായിരുന്നു ഹാജി വാലി. അപ്പൊ ഈ പുള്ളിക്കാരന്റെ മകനായതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ പുള്ളിക്കാരൻ എന്താ പറയുക, പുള്ളിക്കാരൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് വളർത്തിയ ഒരാളാണ് ഈ തജിക്ക് എന്ന് പറയുന്ന ആള്. ഈ തജിക്ക് എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഹെസ്ബുള്ളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് ഇതിൻ്റെ ഒപ്പം. പക്ഷെ പുള്ളിക്കാരൻ വളർന്ന് വലുതായപ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ടുള്ള ചിന്താഗതികൾ ഡെവലപ്പ് ചെയ്യുകയും ആ ഒരു IRGC എന്ന് പറയുന്ന ആയത്തുള്ള കൊമേനീന്റെ പിന്നെ ഭരണകൂടത്തിന് എതിരാവുകയും ചെയ്യാണ് പുള്ളിക്കാരൻ. പക്ഷെ വീട്ടുകാരടുത്ത് പറയാൻ പറ്റില്ല, വീട്ടുകാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് തട്ടും. അപ്പൊ ഇത് വീട്ടുകാർ അറിയുന്നത് പുള്ളിക്കാരൻ അനിയനിലൂടെ ചേട്ടനിലൂടെ എന്തോ ആണ്, അത് അറിയുകയും അച്ഛന് ഇത് അറിയുന്നു, ഹാജി വാലി ഇത് അറിയുന്നു. ഹാജി വാലി അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇത് പുറത്തു വരുന്നുള്ള സമയത്ത് തജിക്ക് തുർക്കിയിലോട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ തന്തപ്പിടി അറിയുന്നു, ഹാജി വാലി എന്നിട്ട് പുള്ളിക്കാരനെ കൊന്നു കളയുന്ന ഒരു കഥയാണ് ഈ കഥ എന്ന് പറയുന്നത്. ഇതാണ് ഓരോ എക്സ് മുസ്ലിമിന്റെ കഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമി സംഘടനകൾ അല്ലെങ്കിൽ സലഫി സംഘടനകളിലൊക്കെ ഉള്ള എക്സ് മുസ്ലിങ്ങളെ കഥ എന്ന് പറയുന്നത് ഇതാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോൾ പൂട്ടെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്വന്തം കുടുംബക്കാരെ തന്നെ ആയിരിക്കും പൂട്ടാൻ വരുന്നത്. ഇതാണ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സിനിമ മോഡൽ കഥയാണ്. നമുക്ക്
സിനിമയാക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇറാഖ് മസ്റ്റ് ഫ്രീ ഇറ്റ് സെൽഫ് ഫ്രം ഇറാൻ ഓർ റിസ്ക് ലൂസിങ് US എയ്ഡ്, കോൺഗ്രസ്മാൻ വാണ്ട്സ്. ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പണ്ട് സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന രാജ്യം, ആ സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പിന്നീട് US ആയിട്ട് പ്രശ്നങ്ങൾ ഏർപ്പെടുകയും ചരിത്രത്തിലോട്ട് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇറാഖിൽ സദ്ദാം ഹുസൈൻ മരണപ്പെട്ടതിന് ശേഷം എന്താ പറയുക, US-ന്റെ പിന്നെ സോൾജേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് ആ ട്രാൻസിഷൻ ചെയ്ത് വന്നപ്പോൾ ഇറാഖിൽ പിന്നെ ഭരണകൂടമായി വന്നത് ഷിയ ഭരണകൂടമാണ്. ഒരു ഷിയ മിലിഷ്യ ഭരണകൂടമാണ് ഉണ്ടായി വന്നത്. കാരണം അവിടെ മെജോറിറ്റി ആയി ഉണ്ടായിരുന്നത് പിന്നെ ഷിയാക്കളായിരുന്നു. പക്ഷെ സദ്ദാം ഹുസൈൻ സുന്നി ആയിരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഫാക്ഷൻ ബാത്ത് പാർട്ടി സുന്നി പാർട്ടി ആയിരുന്നു. അപ്പോൾ അതിനെ തകർന്നപ്പോൾ അവിടെ ഷിയ മിലിഷ്യയാണ് പിന്നെ ജയിച്ചു കയറിയത്. അതിൻ്റെ പിന്നിൽ ഇറാനായിരുന്നു എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇറാനാണ് ഇപ്പോൾ ഇറാഖിനെ പ്രോക്സി വഴി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇറാഖിന് US-ന്റെ സപ്പോർട്ട്, പിന്നീട് US സോൾജേഴ്സ് ഒക്കെ അവിടെ നിന്ന് പിന്മാറി. ആ ഒരു ഗ്യാപ്പ് കയറിയിട്ടാണ് ഇറാൻ കയറി കളിച്ചത്. ആ ഗ്യാപ്പിൽ ഐസിസും കയറി കളിച്ച് ഐസിസ് ഒക്കെ ഉണ്ടായി വന്ന പിന്നീട് ചരിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി ഇറാഖ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് US. പിന്നെ ആ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, അവിടെ യുദ്ധം ചെയ്ത ആൾക്കാരായതുകൊണ്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്, US എയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇനി തുടരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറാഖ് ആദ്യം ഇറാനിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ US ട്രംപ് ഭരണകൂടം പറയുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ട്രംപ് ഭരണകൂടത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഉള്ളത് പച്ചക്ക് ഉള്ളത് പോലെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇറാനിലുള്ളത്, ഇറാൻ അറസ്റ്റ്സ് നോബൽ പീസ് പ്രൈസ് ലോറിയേറ്റ് നർഗീസ് മുഹമ്മദി, സപ്പോർട്ടേഴ്സ്. ഈ നർഗീസ് മുഹമ്മദി എന്ന് പറയുന്ന പുള്ളിക്കാരി നോബൽ പീസ് പ്രൈസ് ഇതിന് മുന്നേ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇറാനിലുള്ള. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതുപോലെ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ട് ഇറാനിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഹിജാബ് ധരിക്കാത്തവരൊക്കെ ആസിഡ് അറ്റാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫത്വയൊക്കെ ഇറക്കിയിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് മഹാ മനസ്കതയുള്ള സ്ത്രീ വിമോചനത്തിന്റെ രാജ്യമാണ്. അത് ഇടത്തന്മാരുടെ ഇഷ്ടപ്പെട്ട രാജ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രാജ്യത്തിൽ നർഗീസ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറയുകയും അവിടുത്തെ ഭരണത്തിനെതിരെ പോരാടുകയും എഴുത്തുകളിലൂടെയും അങ്ങനെയാണ് പോരാടിയിട്ടുള്ളത്. വയലൻസിലൂടെ അല്ല, എഴുത്തുകളിലൂടെ പോരാടുകയും സ്ത്രീ വിമോചനത്തിന് വേണ്ടി പോരാടുക ചെയ്ത ഈ പുള്ളിക്കാരിയെ ഒളിവിൽ പുള്ളിക്കാരിക്ക് എന്താ പറയുക, പുള്ളിക്കാരി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ ഇത്രയും കാലം എന്തോ ഡിറ്റൻഷനിലോ ഒളിവിലെന്തോ ആയിരുന്നു, പുള്ളിക്കാരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഈ നോബൽ പീസ് പ്രൈസ് കൊടുത്തു എന്ന് പറയുമ്പോഴും നോബൽ പീസ് പ്രൈസ് സ്വന്തം കൈകൊണ്ട് വാങ്ങാൻ പുള്ളിക്കാരിക്ക് നോർവേയിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോബൽ ലോറിയേറ്റ് ആണ്, പക്ഷേ ഇതുവരെ അവാർഡ് കൈ കിട്ടില്ല. കാരണം പിന്നെ ഇറാനിൽ ഒളിവിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ പക്ഷെ അത് ഒളിവിൽ നിന്ന് കണ്ടെത്താൻ പറ്റി, ഇപ്പോൾ ഈ ജയിലിലായി എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പം അടുത്ത് തന്നെ പുള്ളിക്കാരിൻ്റെ പിന്നെ കാണാണ്ടാവും ഇപ്പം അടുത്ത് തന്നെ. കാരണം ഇറാന്റെ പരിപാടികൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ നമ്മളിപ്പോൾ വായിച്ച തജിക്കിന്റെ കഥ അങ്ങനെ തന്നെ ആയിരുന്നു, കാണാതാവാണ് ചെയ്തത്. അപ്പോൾ ശവശരീരം കൂടി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് തജിക്കിന്റെ കഥ എന്ന് പറയുന്നത്. ഇതാണ് ഇറാന്റെ അവസ്ഥ. ഇനി ഫോർമർ ഇറാഖി പ്രസിഡന്റ് ബർഹാം സാലിഹ് ടു ലീഡ് UN റെഫ്യൂജി ഏജൻസി. ഇതൊരു എന്താ പറയുക, നമ്മൾ സദ്ദാം ഹുസൈന് ഇറാഖിൽ വരുന്നതിന്റെ മുന്നേ ഇറാഖിലുണ്ടായിരുന്ന ഭരണകൂടത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു ബർഹാം സാലിഹ് എന്ന് പറയുന്ന ആള്. പുള്ളിക്കാരൻ സദ്ദാം ഹുസൈൻ ഇറാഖിൽ ഭരണത്തിൽ കയറിയതിനു ശേഷം ഒളിവിലായിരുന്നു. അവിടുന്ന് അസൈലം സീക്ക് ചെയ്ത് വേറെ വെസ്റ്റേൺ രാജ്യത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇന്നിപ്പോൾ ഇറാഖ് എന്താ പറയുക, അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ബർഹാം സാലിഹ്. ഇന്നിപ്പോൾ പുള്ളിക്കാരന് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരന് ഈ സദ്ദാം ഹുസൈന് എതിരാവാൻ കാരണം പുള്ളിക്കാരന് കുർദായിരുന്നു. കുർദുകളിലൊപ്പം നിന്ന് ജോലി എടുക്കുന്ന ആൾക്കാരായിരുന്നു. സദ്ദാം ഹുസൈന് ഭരണത്തിൽ ഏറിയതിനു ശേഷം കുർദുകളെയും യസീദികളൊക്കെ പിന്നെ കൊന്നെടുക്കുന്ന സംഭവങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. അങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ പിന്നെ ഷിയാക്കളെയും അങ്ങനെയായിരുന്നു ആ ഒരു ഭരണകൂടം നിലനിർത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഓടിപ്പോയ ഒരാളാണ് ഈ സാലിഹ് എന്ന് പറയുന്ന ആൾ. ഇപ്പം അയാൾ UNHCRന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്താ പറയാ, ഗാസയിൽ പടച്ചോൻ കാക്കും. ഞാനിപ്പോൾ നമ്മൾ ഈ ഗാസേന്റെ വാർത്തകളൊക്കെ ഇവിടെ ഇങ്ങനെ പറയുമ്പോഴേ, നമ്മൾ ഈ ഇസ്രായേലിന്റെ കാര്യങ്ങളും ഹമാസിന്റെ കാര്യങ്ങളും കൂടെ പറയുമ്പോഴേ
ഗാസേന്റെ കുട്ടികൾ ചത്തിന് നിന്നോട് പടച്ചോൻ ചോദിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ കമന്റുകൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കണത്, എന്നിട്ട് ഇത്രയൊക്കെ കമന്റ്സ് ഉണ്ടായിട്ടും ടൊറൻഷ്യൽ റെയിൻ ഫ്ലഡഡ് ഗാസ ടെൻസ് ആൻഡ് ബേബി ഡൈഡ് ഓഫ് എക്സ്പോഷർ മെഡിക് സൈസ്, അങ്ങോട്ട് തീരണില്ലല്ലോ ഗാസേന്റെ ദുരനുഭവങ്ങൾ എന്നുള്ളതാണ്. പടച്ചൻ എന്ത് വരുന്ന സംരക്ഷിക്കാതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ അടുത്തവിടെ ഇസ്രായേലിനെ കൊണ്ട് ശിക്ഷിച്ചു, ഇപ്പൊ മഴ കൊണ്ട് ശിക്ഷിക്കുന്നു. പരീക്ഷണമാണ്. അങ്ങ് പടച്ചവന് തീരെ കരുണല്ല കേട്ടോ. എന്ത് പടച്ചവനാണ് വരുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് ഇതിനേക്കാൾ എത്രയൊക്കെ ഭേദമാണ് മിത്തായിട്ടുള്ള ഗണപതി എന്നുള്ളതാണ്. ലെഫ്റ്റ് നോട്ട് ദി പോയിന്റ്. അപ്പോ മിഡിൽ ഈസ്റ്റിന്റെ വാർത്തകൾ കഴിഞ്ഞ ആരിഫ് ഭായി, ഇനി കട്ട് ചെയ്യാം. അല്ല, അവിടെ പാൽപ്പൊടി പൊക്കിയത് കണ്ടില്ലല്ലോ. ഗാസയിൽ നിന്ന് പാൽപ്പൊടി മുക്കിയത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഹമാസ് പാൽപ്പൊടി അവിടെ മുക്കി. അത് ഇവിടുത്തെ വാർത്തകൾ മാധ്യമങ്ങൾ ആ വാർത്തയെ മുക്കി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ പാൽപ്പൊടി മുക്കുന്നു, ഇവിടെ വാർത്തകൾ മുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അത് കണ്ടിരുന്നോ? ഞാൻ എടുക്കാം. വാർത്ത ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ഗാസൻ, ഒരു പലസ്തീനിയൻ ആക്ടിവിസ്റ്റ് ഉണ്ട്, അഫൽ ഖാത്തിബ്. അപ്പോൾ പുള്ളിയുടെ പോസ്റ്റിൽ നിന്നാണ് ഈ സാധനം വൈറലാവുന്നത്. പുള്ളി അത് പുറത്തേക്ക് വിട്ടു. ഓക്കെ, അപ്പോൾ ആ സാധനം അതുകൂടി Hamas ordered baby milk to manufacture hunger crisis. Wow. അതെ, ഇത് വിട്ടുകളയാൻ പാടില്ല. നമ്മളിതാണ് ആദ്യം മുതൽ പറയണത്. അതായത് അവിടേക്ക് സാധനങ്ങൾ പോകുന്നു, പക്ഷേ ഇത് ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് മനഃപൂർവ്വം ശ്രമിക്കുകയും അവർ തട്ടിക്കൊണ്ടു പോവുകയും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവസാനം ഒളിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇന്നിപ്പോൾ ഈ പലസ്തീനിയൻ ആക്ടിവിസ്റ്റുകൾ തന്നെ ഇത് പുറത്തേക്ക് വിടുകയാണ്, ഇതിൻ്റെ വാർത്തകൾ, അതിൻ്റെ വീഡിയോ. ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിരുന്നോ? പാൽപ്പൊടി പുറത്ത് ഇങ്ങനെ പൂത്ത് കിടക്കുന്ന സാധനം ചെതറി കിടക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കിട്ടിയിട്ടില്ല അല്ലേ? ഒരു മിനിറ്റ്, അപ്പം ശരി തരാം. അല്ല, അതിപ്പോ പ്ലേ ചെയ്യണോ? എന്നാ നിങ്ങൾ പ്ലേ ചെയ്തോളൂ. ഞാൻ അതെ, നമുക്ക് കിട്ടല്ലോ. ഒരു മിനിറ്റ്. These baby formulas. സാധനത് റെഡി. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇത് അറബിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആളുകൾക്കാർക്കും മനസ്സിലായി, കാക്കമാർ മുഴുവൻ ഇത് നമ്മളെന്താ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് നടക്കായിരുന്നു. ഇവർക്ക് എല്ലാം വലിയ തമാശയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. ഇതേ വന്നു, ഒറ്റ സെക്കൻഡ്. Found inside Gaza, thrown on the ground, with cats walking between them. This wasn't a shortage. This was Hamas propaganda, using its own babies as a tool. Hamas hid literal tons of infant formula and children's nutritional shakes in secret Ministry of Health warehouses, deliberately worsening the situation to push its narrative against Israel. Hamas let children go hungry while manufacturing a crisis for the world's cameras. Gazan activists themselves are exposing the truth. Will all those Western voices who insisted we listen to Palestinians finally listen now when Palestinians are exposing Hamas's crimes? ഇതേ ഒരു സാധനം ആളെ നമ്മളൊന്ന് നമ്മളിവിടെ മുന്നേ പരിചയപ്പെടുത്തിയതാണ്. ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഒരു മിനിറ്റ്. ഇതാണ് ആള്, അഹമ്മദ് ഫൗദ് അൽ ഖാത്തിബ്, ഇതാണ് ആളുടെ പേര്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രൗഡ് അമേരിക്കൻ ഫ്രം ഗാസ സിറ്റി, പ്രോ പാലസ്റ്റൈൻ, ആൻറ്റി ഹമാസ് വയലൻസ്, പ്രോ പീസ് കോ എക്സിസ്റ്റൻസ്. പിന്നെ ആള് എന്താണ്, റീ അലൈൻ ഫോർ പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ മെയിൻ ആളാണ്. അതുപോലെ റീബിൽഡ് ഗാസ, റീബിൽഡ് പാലസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സംഗതി, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചങ്ങാതിയും കൂടിയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പുള്ളി അവിടെ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പുള്ളിയുടെയാണ് ഈ പറയുന്ന പോസ്റ്റ് ആദ്യം വൈറലായി വന്നത്. അത് ഒരു സാധനം കാണിച്ചു തരാം. അതായത് ഇതേ പുള്ളി പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഗാസയിലെ മഴയെക്കുറിച്ച് വീഡിയോ. നമ്മളുടെ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹമാസ് ലീഡർ ഖാലിദ് മഷാൽ, നമ്മൾ കേരളത്തിൽ വന്ന് മുഖം കാണിച്ച ആ മഹാൻ, അത് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ.
Senior Hamas leader Khalid Mashal made horrendous remarks 2 days ago that show the extent to which the terror group cannot be treated as a serious, rational, or trustworthy partner in any arrangement in the Gaza Strip after the war's end. ഇവിടെ ഹമാസ് എന്താണ് ആരാധകരായിട്ട് നടക്കുന്ന ആളുകൾക്കാണ് ഗാസക്കാരൻ എന്താ പറയുന്നത് എന്നുള്ളത് ഹമാസിനെ കുറിച്ച്. He once again insisted that October 7 Al-Aqsa flood terror attack brought the Palestinian cause and issue back to the forefront of global attention, bragging about how Western college students in the US and Europe created pressure to force the US to end the war, not to mention how elements of Israeli society were also against Netanyahu. He said that disarmament would be like removing the soul from the body of the resistance, which he vowed would rebuild and continue to preserve even though Hamas wants a temporary calm to allow Gaza to heal. As he was saying this, the Gaza Strip was experiencing torrential rains that had flooded hundreds of thousands of civilians languishing in tents and exacerbated the unimaginable suffering experienced by a population that had endured a war imposed upon it by a fascist Islamist regime. എന്താണ് ഫാഷിസ്റ്റ് ഇസ്ലാമിസ്റ്റ് regime? പേരെന്താണ്? ഹമാസ്. Gazans couldn't care less about the temporary revitalization of the Palestinian cause through a horrendous terrorist attack that worsened their prospects. Many Palestinians have been saying that our cause is worthless if it requires terror, rivers of blood, and our own destruction to receive worthwhile attention. This is the unfortunate state of the moral bankruptcy of the Palestinian National Project that has been hijacked by radical Islamism and terrorism, now with massive support among Western secular, leftist, and misinformed audiences whose support is meaningless to cold and wet children and mothers in the muddy, dirty tents throughout the Strip. There is zero future for Gaza or the 2 million Palestinian hostages held by Hamas if the terrorist organization is not eradicated and eliminated. So, no to Qatari, Turkish, or lazy attempts to recycle or reintegrate Hamas into a new political process. അപ്പോൾ ഗാസക്കാരനായ പലസ്തീനക്കാരനായ ആൾ ഈ ഹമാസ് നേതാവിനെ തള്ളുകയും ആളുടെ ഒപ്പീനിയനുമാണ് ഈ പറയുന്നത്. നമ്മളല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈക്ക് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, നിങ്ങൾ നേരിട്ട് ഫോളോ ചെയ്യുക. എനിക്കതാണ് പറയാനുള്ളത്. ഇനി ഇദ്ദേഹമാണ് ഈ സാധനം പുറത്ത് കൊണ്ടുവന്നത്, വലിയ വൈറലായി പോയ ഒരു സംഭവം, നമ്മൾ ഈ മറ്റേ പാൽപ്പൊടിയുടെ വിഷയം, പാൽപ്പൊടി. അപ്പോൾ ഇതൊന്ന് വായിച്ചേക്കാം. ഡ്യൂറിങ് ദ വേഴ്സ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ ഹങ്കർ ക്രൈസിസ് in Gaza in the past 6 months, Hamas deliberately hid literal tons of infant formula and nutritional shakes for children by storing them in clandestine warehouses belonging to the Gaza Ministry of Health. എവിടെ? ഗാസ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഗോഡൗണുകളിൽ ഹമാസ് കുട്ടികൾക്കുള്ള ഈ പറയുന്ന ഫുഡ് അത് ഒളിപ്പിച്ച് വെച്ച് ഈ ഗാസ ഹെൽത്ത് മിനിസ്ട്രി റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആ കുട്ടികളെ മരിക്കാൻ വിട്ടു. ഇതാണ് ഗാസ ഹെൽത്ത് മിനിസ്ട്രി. ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്കുക. ദ ഗോൾ ഈസ്, ആസ് ഐ സെഡ് ദെൻ, വാസ് ടു വേഴ്സൺ the hunger crisis and initiate a disaster as part of the terror group's famine narrative in a desperate effort to stop Israel's onslaught against Gaza and force the return of the UN's aid distribution mechanism and away from the controversial Gaza Humanitarian Foundation. അതെന്തിനു വേണ്ടിയാണ്? എന്നാലാണ് ഹമാസിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവസാനിപ്പിക്കണം. Now activists in the Strip are documenting the waste and deliberate disposal of tons of infant formula, nutritional children's shake, and children's powdered milk, which Hamas had hoarded away, given the saturation of the coastal enclave with humanitarian aid after the ceasefire 2 months ago. നമ്മൾ എന്താ പറഞ്ഞത്? 3 മാസത്തേക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വന്നു ഈ യുദ്ധം, ഈ സീസ്ഫയർ വന്നപ്പോൾ. അപ്പോൾ ഈ സാധനം അകത്തുമുണ്ട് പുറത്തുമുണ്ട്. When countless other Palestinian activists and I from Gaza said this back in July, August, and September, we were villainized. നമ്മളും attacked, threatened, and made into pariahs by the pro-Palestinian industrial complex and activist mafias, even though for Gazans, the evidence was so clearly apparent before our eyes. What those in the West continue to fail to understand is that there is
no being pro-Palestine without also having a serious vigilance against Hamas' continued manipulation of international public opinion to hide behind the strips civilian population suffering, something that the terrorist organization's own actions have led to and created. Never allow yourself to be a useful idiot in Hamas propaganda. You can have compassion for the real sufferings of the Palestinian civilians of Gaza and demand Israeli action to facilitate aid entry into the coastal enclave while still holding Hamas accountable for its part in causing a hunger and starvation crisis in the first place. അപ്പോൾ ആരാണ് ഗാസക്കാരെ പട്ടിണിക്കിട്ടത്? ഇസ്രായേലാണോ? അല്ല. അതായത് കോസിങ് ഹങ്കർ ആൻഡ് സ്റ്റാർവേഷൻ ക്രൈസിസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഹമാസ് ആണ് അതിന് അക്കൗണ്ടബിൾ ഇൻ ഫസ്റ്റ് പ്ലേസ്. ഇതാണ് ഗാസക്കാർ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് സമ്മതിക്കില്ല. ഇസ്രായേൽ പട്ടിണി കിട്ടു, തലയ്ക്ക് നോക്കി വെടിവെച്ചു എന്നൊക്കെയാണ് പറയുക. അങ്ങോട്ട് തട്ടിവിടും, കള്ളക്കഥ. പോട്ടെ. അപ്പോൾ ഏതായാലും കുട്ടികൾ മരിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ ആരാണ് കൊല്ലാൻ വഴിവെക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ കുട്ടികൾ മരിക്കുന്ന അയ്യോ ഇസ്രായേലിനെ തല്ല് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാരാണ് കുട്ടികളെ കൊല്ലാൻ വേണ്ടി വഴിയൊരുക്കുന്നത്? ഇത് പറയണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ തെളിവുകൾ ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഇന്ന് സാധൂകരിക്കുന്ന, വാലിഡേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നു. അത് ഗാസക്കാരായിട്ടുള്ള ആളുകൾ തന്നെ പുറത്തേക്ക് വരും. ഇനി ഇദ്ദേഹത്തിന് ഇത് എങ്ങനെ കിടുന്നതെന്ന് ചോദിച്ചാൽ, ഹമാസിനോട് യോജിക്കാത്ത ഒരു വലിയ സമൂഹം അത് ഈ പറയുന്ന ഗാസയിൽ തന്നെയുണ്ട്. അവർ ആൻറ്റി ഹമാസ് എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് അവിടെ ആക്ടിവിസം അവർ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ പുറത്തേക്ക് കൊടുക്കുകയാണ്. അത് ഇയാൾക്ക് കിട്ടുകയാണ്. ഇദ്ദേഹം തൻ്റെ വഴികൾ ഉപയോഗിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ പ്രസൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തേക്ക് എത്തിക്കുന്നു. ഇദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഒരു ആക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ആ റീബിൽഡിങ് പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് അതിനുവേണ്ടി നിലനിൽക്കുന്നു. റീഅലൈൻ ഫോർ ഗാസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, റീഅലൈൻ ഫോർ പാലസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിന് നിലനിൽക്കുന്നത്. ഇതിനോടൊക്കെ നമ്മൾ യോജിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് കുട്ടികളെ കൊല്ലുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഈ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സാധനം ഇവിടെ നമ്മൾ കണ്ടു. കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ആ ക്രൈസിസിൻ്റെ പേരിൽ ഇസ്രായേലിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തെന്താണ്? കുട്ടികൾക്കുള്ള ഭക്ഷണം ഒളിപ്പിച്ചു. എവിടെയാണ് ഒളിപ്പിച്ചത്? ഗാസൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ സ്വന്തം ഗോഡൗണിൽ തന്നെ ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയും ഭക്ഷണമില്ല, കുട്ടികളെ പട്ടിണി കിട്ടുമെന്ന്. ഇതാണ് കാണുന്നത്. ഇതിനെ അന്നും നമ്മൾ വിശ്വസിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞു, ഒരു വെല്ലുവിളി ഇവിടെ വെച്ചു, കോടിക്കണക്കിന് രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ഗാസയിൽ പട്ടിണി, ഈ ജനോസൈഡ് ഉണ്ടെന്ന് തെളിയിക്കുക, അതുപോലെ പട്ടിണി ഉണ്ടെന്ന് തെളിയിക്കുക. നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആ പൈസ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിയിക്കാം. ഞാൻ വീണ്ടും വേണമെങ്കിൽ വെക്കുകയാണ്, 2 കോടി രൂപ തരാം. അവിടെ അങ്ങനെ ഒരു ജനോസൈഡ് നടന്നു, അങ്ങനെ ഇസ്രായേൽ അവരെ പട്ടിണി കിട്ടും എന്നുള്ളതിൻ്റെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരിക. അതാണ് നമ്മളെ വെല്ലുവിളി. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഓക്കെ, യെസ്, നമുക്ക് അടുത്തേക്ക് പോകാം അല്ലേ? ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. സെക്കൻഡ്. ആരിഫ് പ്ലീസ് നോട്ട്, താങ്കൾ പറഞ്ഞ ഹമാസിനെ അംഗീകരിക്കാത്ത ആ വിഭാഗക്കാരെ മാറ്റി നിർത്തിയാണ് ഇസ്രായേൽ അവിടെ ബോംബിട്ടത് ഇട്ടത് അതോ അവരെയും കൊന്നോ? അവരെ മാറ്റി നിർത്തി തന്നെയാണ്. അതായത് ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഒരുക്കിക്കൊണ്ട് ബോംബ് എവിടെയാണ് ഇടാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തുകൊണ്ട് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫോൺ സംഭാഷണങ്ങൾ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ പട്ടാളക്കാരോട് വിളിച്ചു, എവിടെയാണ് ഇടാൻ പോകുന്നത്? അതെ, നിങ്ങളുടെ വലത്തോട്ട് തിരിഞ്ഞാൽ 2ാമത്തെ ബിൽഡിംഗ്, അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് മാറേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ഇവിടെ കാണാം. നിങ്ങൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന ഗാസൻ ജനത തന്നെ ഇസ്രായേലിന് ഈ ഹമാസിനെ കാട്ടിക്കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഹമാസിനെ പിൻ പോയിൻ്റ് ചെയ്ത് കൊല്ലാൻ തന്നെ പ്രിസിഷൻ സ്ട്രൈക്സ് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ റാഫ റീജിയണിൽ അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു എൻക്ലേവ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നത്. നോർത്തേൺ സൈഡിൽ നിന്നും എല്ലാം ആളുകളെ കൊണ്ടുവന്ന് താമസിച്ചിരുന്നത്. അവിടെയാണ് ഈ പറയുന്ന യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ റൺ ചെയ്തിരുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിരുന്നത്. ഇതെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റി ഹമാസായിട്ട് നിൽക്കുന്ന ആളുകൾ, അവിടുത്തെ ക്ലാൻസ്, കുറേ ഗോത്രങ്ങളാണ്. ആ ഗോത്രങ്ങളുടെ ചില നേതാക്കൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. അവരാണ് ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ട് അത് ചെയ്തിരുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മിലിറ്റൻറ്റ് നേതാവ് ഈ ആൻറ്റി ഹമാസായിട്ട് തന്നെ, പുള്ളിയാണ് ഈ കഴിഞ്ഞ ദിവസം ഹമാസ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ അവരെ കൊന്നത് ഇസ്രായേലല്ല, ഹമാസ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഇസ്രായേലുമായിട്ട് സഹകരിച്ചു എന്നതിൻ്റെ പേരിൽ ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഹമാസ് കൊന്നത്. ഈ യുദ്ധം അവസാനിപ്പിച്ച് സീസ് ഫയർ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു മാസത്തെ വാർത്ത എന്ന് പറയുന്നത് ചറപറ പ്രോ ഇസ്രായേലായി നിന്നു എന്നും പറഞ്ഞുകൊണ്ട്, ഹമാസിനെ എതിരെ നിന്നു എന്നും പറഞ്ഞുകൊണ്ട്
ഗാസക്കാരായിട്ടുള്ള സ്വന്തം ജനതയെ, അത് കുട്ടികളടക്കം വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച, അത് അവർ തന്നെ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക, ഹമാസ് എക്സിക്യൂട്ടിംഗ് അതായത് ഗാസൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോസും അതിൻ്റെ ചിത്രങ്ങളും വാർത്തകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇസ്രായേൽ ഹമാസിനെ തന്നെയാണ് കൊല്ലാൻ വേണ്ടി നടന്നിരുന്നത്. അത് മറ്റുള്ള ആളുകളെ കൊല്ലാതിരിക്കാനാണ് ചെയ്തത്. സിവിലിയൻസിനുള്ള കോറിഡോഴ്സ് ഓഫർ ചെയ്തിരുന്നു, അവരെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇതെല്ലാം ചെയ്യാനുള്ള വഴി, ബോംബിടാൻ പോകുന്നത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ആ പറയുന്നത് സത്യത്തിൽ മുതലെടുത്തിരുന്നത് ഹമാസ് തന്നെയായിരുന്നു. അവർ ഒളിക്കാനുള്ള അവസരമായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.